ഇനി അടുത്ത് നമ്മൾ ഓരോ ടൈപ്പ് ഐറ്റംസ് നമ്മളെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഇത് വലിയ വലിയ ഇൻസ്ട്രുമെൻറ്റ് സെറ്റുകൾ കാണും. പ്രൊസീജിയർ ട്രേകൾ, ചെറിയ ചെറിയ പ്രൊസീജിയർ ചെയ്യാനുള്ള ട്രേകൾ കാണും. അതുപോലെ തന്നെ ബേസിൻ സെറ്റുകൾ കാണും. നമ്മുടെ സർജിക്കൽ സപ്ലൈ, കോട്ടൺ പാഡ്, ഡ്രസ്സിങ്, അതൊക്കെ പ്രത്യേകം കാണും. അപ്പോൾ ഓരോ ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള സെറ്റുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അസംബിൾ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റ് സെറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ട്രേയുടെ കൗണ്ട് ഷീറ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് അതിലുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് റിക്വയർഡ് നമ്പർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കൗണ്ട് ഷീറ്റ് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഐറ്റം, ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് മിസ്സിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ അത് ആ കൗണ്ട് ഷീറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ ആ സെറ്റ് നമ്മൾ അസംബിൾ ചെയ്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ പാക്കേജിന് പുറത്ത് ഇൻകംപ്ലീറ്റ് ട്രേ എന്ന ലേബലിങ്ങും മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റാപ്പ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള വലിയ ഇൻസ്ട്രുമെൻറ്റ് സെറ്റുകളാണെങ്കിൽ നമ്മൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും അറേഞ്ച് ചെയ്യുന്നത് പെർഫോറേറ്റഡ് മെഷ് ബാസ്ക്കറ്റിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷ് ബാസ്ക്കറ്റ്സ് ഉപയോഗിക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ്റെ സമയത്ത് ആ ഒരു സെറ്റിൽ നിന്നും എയർ റിമൂവൽ പ്രോപ്പറായിട്ട് നടക്കും. അതുപോലെ തന്നെ സ്റ്റെല്ലൻ്റ് പെനട്രേഷൻ പ്രോപ്പറായിരിക്കും. മറ്റ് കണ്ടൻസേറ്റ് വാട്ടറൊക്കെ എഫിഷ്യൻ്റായിട്ട് റിമൂവ് ആവും. ഹാൻഡിലിങ്ങും ഈസി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ട്രേ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് ലിനനിലോ അല്ലെങ്കിൽ SMS-ലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിജിഡ് കണ്ടെയ്നറിലോ ഒക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രേയുടെ അടിയിലായിട്ട് ബോട്ടം സൈഡിൽ ഒരു ട്രേ ലൈനർ അല്ലെങ്കിൽ ഒരു നോൺ ലിൻഡിങ് സർജിക്കൽ ടവല് നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ട്രേ ലൈനേഴ്സ് അല്ലെങ്കിൽ ടവൽസ് നമ്മൾ ആ സെറ്റിൻ്റെ ബോട്ടം സൈഡിൽ യൂസ് ചെയ്യുമ്പോൾ അതൊരു അബ്സോർബൻ്റ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, കണ്ടൻസേറ്റ് വാട്ടറിനെയൊക്കെ സ്റ്റെറിലൈസേഷന് ശേഷം വരുന്ന കണ്ടൻസേറ്റ് വാട്ടറിനെയൊക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ പ്രോപ്പറായിട്ട് ഡ്രൈ ആവാൻ സഹായിക്കും. ഓക്കെ, അതിനെയാണ് വിക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പം നമ്മൾ വലിയ സെറ്റുകൾക്കടിയിലാണ് ട്രേ ലൈനേഴ്സ് ഇടുന്നത്. അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സിനും പ്രോപ്പറായിട്ടുള്ള ഒരു കുഷനിങ് കിട്ടാൻ സഹായിക്കും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് താഴേക്ക് വീഴാനുള്ള ചാൻസ്, ഇപ്പോൾ ടിപ്പൊക്കെ ഉള്ള ഇൻസ്ട്രുമെൻറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസും കുറവാണ്. പിന്നെ നമ്മൾ ഈ ഒരു അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരേ ടൈപ്പിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഒരുമിച്ച് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ ആർട്ടറി ക്ലാംപ്സ്, മസ്കിറ്റോ, കെല്ലി, ടോൺസിൽ അങ്ങനെയൊക്കെയുള്ള ആർട്ടറി ക്ലാംപ്സൊക്കെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യുക. മറ്റ് റിട്രാക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഒരുമിച്ച് അസംബിൾ ചെയ്യുക. അങ്ങനെ അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു സെറ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ ഐറ്റംസും ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് സ്ട്രിഞ്ചേഴ്സ് അല്ലെങ്കിൽ പിൻസ് ഉണ്ട്, അതിൽ നമുക്ക് ഒരുമിച്ചിടാം. പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ അസംബിൾ ചെയ്യേണ്ടത് ഹെവി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. നമ്മൾ റിട്രാക്ടർ അങ്ങനെയൊക്കെയുള്ള ഹെവി ഇൻസ്ട്രുമെൻറ്റ്സ്. അതിന് മുകളിലായിരിക്കണം നമ്മൾ ലൈറ്റ് വെയ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ലൈറ്റ് വെയ്റ്റ് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനൊക്കെ ഡാമേജ് വരാൻ, അതിൻ്റെ ടിപ്പിനും ഷാഫ്റ്റിനൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഓഫ്താൽമിക്കിൻ്റെയും ദന്തൻ്റെയൊക്കെ ചെറിയ ചെറിയ ഫൈനായിട്ടുള്ള ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ്. അതൊക്കെ നമുക്ക് ആ ഒരു ട്രേയുടെ പുറത്ത് സിലിക്കൺ മാറ്റ് വെച്ചിട്ട് അതിൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു സെറ്റിൻ്റെ ഒരു ട്രേയുടെ എല്ലാ സൈഡിലും വെയിറ്റ് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഇൻസ്ട്രുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഒരു സൈഡിൽ ഇൻസ്ട്രുമെൻറ്റ് കൂടുതലും മറ്റ് സൈഡിൽ കുറവും അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പേപ്പർ പ്ലാസ്റ്റിക് പൗച്ചസിൽ പാക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും ഈ ട്രേക്കകത്ത് നമ്മൾ വയ്ക്കാൻ പാടില്ല. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ അഡീഷണൽ ഐറ്റംസ്, നമ്മുടെ ഗോസുകൾ, പാഡ്, മറ്റേ സ്പോഞ്ചസ്, ഇതൊന്നും ഈ ട്രേക്കകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല.
കാരണം അതിൽ നിന്നും എന്തെങ്കിലും ലിൻറ്റുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അത് നാരുകൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻസ്ട്രുമെൻറ്റിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സർജറിയുടെ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ഈ സർജിക്കൽ സപ്ലൈസിൻ്റെ ഗോസ്, പാഡ് അതിൻ്റെയൊക്കെ കൗണ്ടിങ് ചെയ്യുമ്പോൾ അവർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർജിക്കൽ സപ്ലൈസ്, കോട്ടൺ പാഡ്, മോപ്പ്, ഗോസ് ഒക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ട്രേയുടെ വെയ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. AAMI-ST 79ൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു ഇൻസ്ട്രുമെൻ്റ് സെറ്റിൻ്റെ മാക്സിമം വെയ്റ്റ് എന്ന് പറയുന്നത് 11.5 കിലോഗ്രാമാണ്. ഓക്കെ. ഈ ഒരു മാക്സിമം വെയ്റ്റ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഒരു സ്പെസിഫിക് സെറ്റ് CSSDയിൽ നമ്മുടെ ടെക്നീഷ്യൻസിന് അത് ഹാൻഡിൽ ചെയ്യാൻ, അതായത് മെഷീനിലെടുത്ത് ലോഡ് ചെയ്യാനും അൺലോഡിങ് ചെയ്യാനും അടുത്തത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു എളുപ്പത്തിനാണ്. അപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ സെറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. പിന്നെ സ്റ്റീം സ്റ്റെറിലൈസേഷന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഡ്രൈയിങ് കിട്ടില്ല. ആ പാക്കേജിൻ്റെ അല്ലെ ആ ഒരു സെറ്റിനകത്തുള്ള മൊത്തം ഐറ്റംസിനും പ്രോപ്പറായിട്ട് ഡ്രൈയിങ് നടക്കാനുള്ള ചാൻസ് കുറവാണ് ഈ ഒരു 11.5 കിലോഗ്രാം എന്ന വെയ്റ്റിൽ നിന്നും കൂടിക്കഴിഞ്ഞാൽ സെറ്റ്. അതുപോലെ തന്നെ ഈ റിജിഡ് കണ്ടെയ്നറിലുള്ള സെറ്റുകൾക്കും മറ്റ് പുറത്തു നിന്ന് ഔട്ട്സൈഡ് ദ ഫെസിലിറ്റിയിൽ നിന്നുമുള്ള ലോണർ സെറ്റുകൾക്കുമൊക്കെ ഇതേ സെയിം മാക്സിമം വെയ്റ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് സെറ്റ് നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ ഈ ഒരു വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനും മാക്സിമം വെയ്റ്റും, ആ ട്രേയുടെ മാക്സിമം വെയ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ചില സെറ്റുകൾക്കകത്ത് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും, ചില ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്കൊരു നോൺ ലിൻഡിങ് ടവലിൽ റാപ്പ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടി കണ്ടെയ്ൻമെൻറ്റ് ഡിവൈസുകളുണ്ട്, അതിൽ നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് സെറ്റ് അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഇനി അടുത്ത് നമ്മുടെ ചെറിയ പ്രൊസീജിയറിനുള്ള പ്രൊസീജിയർ ട്രേകൾ അല്ലെങ്കിൽ ഫ്ലോർ ട്രേസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അത് അസംബിൾ ചെയ്യാനാണെങ്കിൽ ഇതേപോലെ സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ അതിൽ ഇൻസ്ട്രുമെൻസിനോടൊപ്പം തന്നെ ആ പ്രൊസീജിയറിന് വേണ്ടിയുള്ള ചില SUD സിംഗിൾ യൂസ് ഡിവൈസുകൾ, നീഡിൽസ്, സ്കാപ്പൽസ്, ബ്ലൈഡുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടവൽസ്, ഇതെല്ലാം കൂടെ കാണും. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെയാണ് നമ്മളൊരു പ്രൊസീജിയർ ട്രേ ആയിട്ട് നമ്മൾ സെറ്റ് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഡിസ്പോസബിൾ ഐറ്റംസൊക്കെ നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്ത് അസംബിൾ ചെയ്തു. ഓക്കെ. ഇനി അടുത്ത് മൂന്നാമത്തെ നമ്മുടെ ബേസിൻ സെറ്റുകളൊക്കെ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ അത് മെയിനായിട്ടും സ്റ്റീം സ്റ്റെറിലൈസേഷനാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കംപ്ലീറ്റ് കണ്ടൻസേറ്റ് വാട്ടറും മോയ്സ്ചറും ഒക്കെ ഡ്രെയിൻ ചെയ്ത് പോകാൻ കണക്കിന് വേണം നമ്മളത് അസംബിൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ലോഡിങ്ങിൻ്റെ സമയത്തും അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ലോഡ് ചെയ്യാനും. ഓക്കെ. പിന്നെ നമ്മൾ ഈ ബേസിൻസൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ ബേസിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കണം, എയറൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ആവാനും സ്റ്റെറിലൻ്റ് പെനട്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 ബേസിന് ഇടയ്ക്കായിട്ട് ഒരു അബ്സോർബൻ്റ് മെറ്റീരിയൽ നമ്മൾ പ്ലേസ് ചെയ്യണം. AAMI റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ബേസിൻ സെറ്റിൻ്റെ മാക്സിമം വെയ്റ്റ് എന്ന് പറയുന്നത് 3 കിലോഗ്രാമാണ്. ഓക്കെ. പിന്നെ അടുത്ത ഒരു ടൈപ്പാണ് ഈ ഒരു ലിനൻസിൻ്റെയൊക്കെ ടെക്സ്റ്റൈൽ പാക്കുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ലിനൻസൊക്കെ ഫോൾഡ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിലെന്തെങ്കിലും ഹോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ ഒക്കെ ഉണ്ടോയെന്ന് നമ്മൾ ആ ലിനൻ ഇൻസ്പെക്ഷൻ ടേബിളിൽ വെച്ച് പ്രോപ്പറായിട്ട് ആ ഒരു ലൈറ്റിൻ്റെ അടിയിൽ വെച്ച് ഇൻസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ എടുക്കുകയുള്ളൂ. പിന്നെ എല്ലാ ലിനൻസും ഓരോ യൂസ് കഴിഞ്ഞതിന് ശേഷം അത് ഡീലിൻഡിങ് ചെയ്യണം. അതിൽ നിന്ന് നാരുകളൊന്നും ഇളകി വരാൻ പാടില്ല. ഓക്കെ, ലിൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ ഒരു ലിനൻസിൻ്റെയൊക്കെ ടെക്സ്റ്റൈൽ പാക്കുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് 12 ഇഞ്ച് ഹൈറ്റ്, 12 ഇഞ്ച് വിഡ്ത്ത്, 20 ഇഞ്ച് ലെങ്ത്, ആ ഒരു സൈസിൽ നമുക്ക് മാക്സിമം സൈസിൽ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് 5.5 കിലോഗ്രാമിൽ കൂടുതലാവാൻ പാടില്ല.
പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഡ്രൈയിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ വരും, അല്ലെങ്കിൽ വെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ആ ടെക്സ്റ്റൈൽ പാക്ക്. ഈ ലിനൻസ് ഒരുപാട് ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്യാനും പാടില്ല. പിന്നെ നമ്മുടെ പവേർഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഇലക്ട്രിക്കലി പവേർഡ്, ന്യൂമാറ്റിക്കലി എയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ബാറ്ററി ഉപയോഗിച്ചുള്ള ബാറ്ററി പവേർഡ് ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വരും. ഓക്കെ, അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡിസസംബിൾ ചെയ്ത് ലൂബ്രിക്കേറ്റ് ചെയ്യുക അക്കോർഡിംഗ് ടു ദ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ അതിൻ്റെ ട്രിഗർ ഹാൻഡിൽസ് അതെല്ലാം നമ്മൾ സേഫായിട്ട് പൊസിഷൻ ചെയ്യുക. അതിൻ്റെ പവർ സ്വിച്ചൊക്കെ നമ്മൾ ഓഫ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ പവേർഡ് ഇൻസ്ട്രുമെൻസിനൊക്കെ അതിൻ്റെ സ്പെഷ്യൽ കണ്ടെയ്നേഴ്സ് കാണും, അതിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്താൽ മതി, അസംബിൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ സിംഗിൾ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ ചിലയിടത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പേപ്പർ പ്ലാസ്റ്റിക് പൗച്ചുകളിൽ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ടൈവക് പൗച്ചുകളിൽ പാക്ക് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വലിയ വെയിറ്റ് കൂടിയ ഇൻസ്ട്രുമെൻറ്റുകൾ, സിംഗിൾ ഇൻസ്ട്രുമെൻ്റൊക്കെ ആണെങ്കിൽ അത് ചെറിയ ട്രേയിലും നമുക്ക് അസംബിൾ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ സർജിക്കൽ സപ്ലൈസ് ആയ കോട്ടൺ പാഡ്, ഡ്രസ്സിങ്സ്, അതൊക്കെ ഇതെല്ലാം അനുസരിച്ച് നമുക്ക് പ്രത്യേകം ഇതെല്ലാം എന്ത് ചെയ്യുക, പാക്ക് ചെയ്ത് അല്ലെ അസംബിൾ ചെയ്ത് പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യുക. ഓക്കെ, പ്രത്യേകമായിരിക്കണം, കാരണം ഇതിന് ലിൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സെക്ഷൻ ഇൻറ്റേർണൽ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏത് രീതിയിൽ പാക്ക് കണ്ടൻസ് പ്രിപ്പയർ ചെയ്താലും, ഏത് ഇൻസ്ട്രുമെൻ്റ് സെറ്റുകൾ അസംബിൾ ചെയ്താലും അതിനകത്ത് നമ്മളൊരു കെമിക്കൽ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്യണം. ഓക്കെ, എന്തിനാണ്? ഈ ഒരു സ്റ്റെറിലൈസേഷൻ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൻ്റെ ആ ഒരു എഫിക്കസി നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കളർ ചേഞ്ച് കാണും കെമിക്കൽ ഇൻഡിക്കേറ്ററിൽ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു പാക്കേജിനകത്ത് അല്ലെങ്കിൽ ഒരു സെറ്റിനകത്ത് നമ്മൾ ഈ ഒരു കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് ഈ സ്റ്റെറിലൻറ്റിന് പെനട്രേറ്റ് ചെയ്ത് വരാൻ മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം ആ കെമിക്കൽ ഇൻഡിക്കേറ്റർ നമ്മൾ വയ്ക്കേണ്ടത്. അത് നമ്മുടെ ആ ഒരു സെൻസ് അനുസരിച്ച് പ്ലേസ് ചെയ്യുക. ചിലപ്പോൾ അത് ആ ഒരു ട്രേയുടെ സെൻറ്ററിലാവാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഐറ്റംസ് എവിടെയാണോ അതിൻ്റെ ആ ഒരു ഏരിയയിലായിരിക്കാം. ഓക്കെ, അങ്ങനെ സെറ്റിനകത്ത് നമ്മൾ കെമിക്കൽ ഇൻഡിക്കേറ്റർ വയ്ക്കുക. ഇപ്പോൾ കണ്ടെയ്നേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് 2 കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പോസിറ്റ് കോർണേഴ്സിൽ പ്ലേസ് ചെയ്യാം. പീൽ പൗച്ചുകൾക്ക് അകത്താണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ ഇടുന്നതെങ്കിൽ ആ പാക്കേജ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കളർ ചേഞ്ച് കാണാൻ കഴിയണം. ഓക്കെ, ആ രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. മൾട്ടി ലെവൽ ട്രേകളിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നതെങ്കിൽ ഓരോ ട്രേയിലും നമ്മൾ സ്റ്റെറിലൻ്റ് പെനട്രേഷൻ മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്ഥലം നോക്കി ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്യുക. അപ്പോൾ കോമൺ ആയിട്ടും 2 തരത്തിലുള്ള ഇൻറ്റേർണൽ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ ഈ ഒരു പാക്കേജുകളുടെ അകത്ത് അല്ലെങ്കിൽ സെറ്റുകളുടെ അകത്ത് ഇടുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ക്ലാസ് 5 ഇൻ്റഗ്രേറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സാണ്. രണ്ടാമത്തത് ക്ലാസ് 6 എമുലേറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് രണ്ടുമാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഇൻഡിക്കേറ്റർ എന്താണെന്നും അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ചാപ്റ്ററിൽ മോണിറ്ററിങ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് ഓരോ തരത്തിലുള്ള പാക്ക് കണ്ടൻസ് പ്രിപ്പയർ ചെയ്യുന്നതും, അത് ഓരോ സെറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്, ഒരു ഇൻഡിക്കേറ്റർ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇത്രയും നമ്മൾ നോക്കി. ഇനി ഇതിനെ പാക്ക് ചെയ്യണം സ്റ്റെറിലൈസേഷന് വേണ്ടി. അപ്പോൾ ആ പാക്കേജിങ് എന്ന സെക്ഷനാണ് അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ അങ്ങോട്ട്. ഓക്കെ, താങ്ക് യു.